ഡിജിറ്റൽ ക്യാമറ രംഗത്ത് ഒരു പുതിയ വിസ്മയമാണിത്. ഇത് PS ടെക്നിക് എന്ന് പറയുന്ന ഒരു ജർമ്മൻ കമ്പനിയുടെ ക്യാമറയാണ്. ഇതിൻ്റെ പേര് HS2 എന്നാണ്, വെസ്കാം എന്നാണ് ഇതിൻ്റെ പേര്. HS2 ആണ്. HS1-ലാണ് അൻവറൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അമൽ നീരദിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഡയറക്ടർ അമൽ നീരദിൻ്റെ പ്രിയപ്പെട്ട ക്യാമറകളിലൊന്നാണിത്. ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇത് ഇത്തിരി ഈ ഡിജിറ്റൽ ക്യാമറകളുടെ കൂട്ടത്തിൽ നല്ല ഹെവി ആയിട്ടുള്ളൊരു ക്യാമറയാണ്. ക്യാമറയുടെ ബോഡിയുടെ മാത്രം വെയിറ്റ് 7 kg വരും. മറ്റ് ലെൻസ് വുഡ് ഫിൽറ്റേഴ്സൊക്കെ ചേർന്ന് വരുമ്പോൾ ഒരു 10-12 കിലോ ഇതിന് ഭാരം ഉണ്ടാവും. ഇതിൽ മീതെ വെച്ചിട്ടുള്ള ഈ റെക്കോർഡർ ഉണ്ട്. ഈ റെക്കോർഡർ കൂടി വരുമ്പോൾ 10-18-20 കിലോയോളം ഇതിന് ടോട്ടൽ വെയിറ്റ് വരും. ഇത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇത് ഇപ്പോൾ നമ്മൾ ക്യാമറയുടെ മീതെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇത് താഴെ ഇത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യാം. എന്നാ സ്പെഷ്യാലിറ്റീസ് എന്താ ക്യാമറ? റോ ഫോർമാറ്റ്സ്, ഹൈ സ്പീഡ് ക്യാമറ ആണ്. ഇതിൽ 3 ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാം. HD ഫോർമാറ്റിൽ ചെയ്യാം, 720 റോ ഫോർമാറ്റിൽ ചെയ്യാം, 720 ചെയ്യാം, പിന്നെ 2K റെസൊല്യൂഷനിൽ ചെയ്യാം, 1920 അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണത്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മൾ ഹൈ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ സിനിമയിൽ കാണുന്ന സ്ലോ മോഷൻ സാധാരണ ഇതിൽ 48 ഫ്രെയിംസാണ്. നമ്മൾ നോർമൽ ഷൂട്ട് ചെയ്യുന്നത് 24 ഫ്രെയിംസിലാണ്. 48 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ സ്ലോ മോഷൻ എന്ന് പറയുന്ന സംഗതി കാണുന്നത്. അമലിന് ഇത് ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ഇതിൽ 4000 ഫ്രെയിംസ് വരെ പോകും. അതായത് ഒരു ബുള്ളറ്റൊക്കെ വെടിവെച്ചാൽ ബുള്ളറ്റൊക്കെ പാസ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ഇതിൽ എടുക്കാൻ പറ്റും. 4000 ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രയും സ്ലോ ആയിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ കണ്ണിന് ലജിബിളാക്കുന്ന തരത്തിൽ ഷൂട്ട് ചെയ്യാൻ ഈ ക്യാമറ കൊണ്ട് പറ്റും. വേറെ എന്നാ സ്പെഷ്യാലിറ്റി ഇതിൽ? ലെൻസ് സൂപ്പർ 35 ഫോർമാറ്റാണ്. സൂപ്പർ 35 ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാം. ഇതിൽ റെക്കോർഡിംഗ് ഫെസിലിറ്റി എത്ര അവേഴ്സ് റെക്കോർഡ് பண்ணலாம்? ரெக்கார்டிங் வந்து நார்மல் ஃப்ரேம்ஸ் போனால் 5 minutes ஷூட் பண்ணலாம். த்ரூ அவுட் அண்ட் நான் ஸ்டாப். நம்ம ஹை ஸ்பீடு போக போக டைமிங் டவுன் ஆகிடும். பேட்டரி சார்ஜ் பேட்டரி இல்லை, வித் த்ரூ அவுட் பவர் தான் யூஸ் பண்ணலாம். ஹை ஸ்பீட் ஆகுதுனால ஹை ஸ்பீட்னால மோட்டர் அப்போ பேட்டரி யூஸ் பண்ண முடியாது. பேட்டரி யூஸ் பண்ண முடியும். അപ്പോൾ ഔട്ട്ഡോർ എന്നാ പറഞ്ഞു? ത്രൂ ഔട്ട് പവർ ജനറേറ്റർ. അതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത. മറ്റ് ക്യാമറകളൊക്കെ ബാറ്ററിയിൽ വർക്ക് ചെയ്യും. ഇതിന് പവർ വേണം, ജനറേറ്റർ വേണം. എന്നാലേ ഇത് ജനറേറ്ററിലാണ് ഇത് വർക്ക് ചെയ്യുക. പവർ കണക്ഷൻ വേണം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ വീഡിയോ ലെൻസസും മൗണ്ട് ചെയ്യാം, മൂവി ലെൻസസും മൗണ്ട് ചെയ്യാം. ഡബിൾ മൗണ്ടിങ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ലെൻസസ് എല്ലാം മാറി മാറി, വീഡിയോ ലെൻസസും മൂവി ലെൻസസും മാറി മാറി യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. மானிட்டருக்கு ஏதாவது ஸ்பெஷாலிட்டி இருக்கா? மானிட்டர் டைரெக்டாக நம்ம என்ன ஃபார்மேட் போகிறோமோ அந்த இது லைவ் இது வந்து டிஐ பண்ணும்போது ட்ரான்ஸ்ஃபர் ரா ஃபார்மேட் ஷூட் பண்ணிவிட்டு நம்ம அங்கே போய் என்ன டிஐ கரெக்ஷன் வேணுமோ இமீடியட்டாக பண்ணலாம். டைமிங் சேம் டைம். லைட்டிங் வந்து டே லைட், டங்ஸ்டன் லைட்டு, நமக்கு என்ன ஃபார்மேட்ஸ் போகிறோமோ அப்போ வந்து நம்ம ஒயிட் பேலன்ஸ் பண்ணிவிட்டு உடனே இமீடியட்டாக ஷூட் போயிடலாம். லைட்டிங் ஃபில்டர்ஸ் எது யூஸ் பண்ண தேவையில்லை. இன்பில்ட் ஃபில்டர்ஸ் இருக்குது அதில்? எதுவும் இல்லை. ஃபில்டர்ஸ் நம்ம வெளியில் யூஸ் பண்ணணும் இல்லை? ஆமாம். நார்மல் ஃபில்டர்ஸ் வேணும்னா PL அது மாதிரி என்ஹான்சர் எது வேணால் யூஸ் பண்ணிக்கலாம். கோப்ரா, பேச்சுலர்ஸ் பார்ட்டி, மல்லு சிங், ஹீரோ. ஹீரோலெல்லாம் நிறைய ஃபைட் சீக்வன்சஸ் இருக்கிறதுனால இப்போ ஹிந்தி பண்ணியிருக்கு. ஹிந்தி தபாங்கு ദബാങ് ഇതിലാണ് ഷൂട്ട് பண்ணியிருக்கேன். ദബാങ് 2 இப்போ லேட்டஸ்ட் பண்ணிட்டு ദബാങ് 2 സൽമാൻ ഖാൻ. அப்புறம் வந்து டெண்டுல்கர், சச்சின் டெண்டுல்கர் ஆட் ஒன்று பண்ணியிருக்கு. ஓ, எந்த? மணிகண்டன் கேமரா.